കൊൽക്കത്ത സ്വദേശി സൂരജ് ലാംബയുടെ തിരോധാനത്തിൽ കളമശ്ശേരിയിൽ നിന്ന് ലഭിച്ച മൃതദേഹ ഭാഗങ്ങൾ വിശദമായ പരിശോധനയ്ക്ക് അയച്ചു. പോസ്റ്റ്മോർട്ടത്തിൽ മരണകാരണം വ്യക്തമായില്ല എന്ന് പോലീസ് അറിയിച്ചു. ലഭിച്ച മൃതദേഹ ഭാഗങ്ങളിൽ ആന്തരികാവയവങ്ങളില്ല. മൃതദേഹത്തിന് 1 മാസത്തിലേറെ പഴക്കമുണ്ട് എന്നാണ് പോലീസിന്റെ നിഗമനം. മുഹ്സിന അസു വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. മുഹ്സിന, നിലവിലെ പരിശോധനയിൽ എന്തൊക്കെ നിഗമനത്തിലേക്കാണ് ഉദ്യോഗസ്ഥർ എത്തിയിരിക്കുന്നത്? ഇത് എങ്ങനെയാണ് മരണം സംഭവിച്ചത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയുണ്ടോ? അമൃത, പ്രധാനമായും ഈ ലഭിച്ച മൃതദേഹം സൂരജ് ലാമയുടേതാണോ എന്ന് ഇതുവരെയും സ്ഥിരീകരിക്കാനായിട്ടില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം ഈ ലഭിച്ച മൃതദേഹത്തിന് നല്ല രീതിയിൽ 1 മാസത്തിലുമുള്ള പഴക്കമുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല, പ്രാഥമിക ഘട്ടത്തിൽ ഈ സൂരജ് ലാമയുടെ മകൻ ചാനൽ ലാമയ്ക്ക് മൃതദേഹം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടുമില്ല. മാത്രമല്ല, പോസ്റ്റ്മോർട്ടത്തിൽ മരണകാരണം വ്യക്തമായിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത്. അതായത് ലഭിച്ച മൃതദേഹ ഭാഗങ്ങളിൽ ആന്തരിക അവയവങ്ങൾ ഇല്ല എന്നാണ് പോലീസ് നൽകുന്ന വിവരം. മാത്രമല്ല, ആസ്തികൾക്കൊന്നും ഒടിവില്ല. അതായത് ഏതൊക്കെ രീതിയിൽ കൊലപ്പെടുത്തി കൊണ്ടിട്ട ഒരു ബോഡിയുടെ ഒരു രൂപമല്ല ഉള്ളത് എന്നാണ് പ്രാഥമിക ഘട്ടത്തിൽ പോസ്റ്റ്മോർട്ടം ഇതൊക്കെ വ്യക്തമാകുന്നത്. എന്താണെങ്കിലും ഇതിൽ കൃത്യമായ ഒരു നിരീക്ഷണം വരണമെങ്കിൽ ഇത് ശാസ്ത്രീയ പരിശോധന ഫലം വരേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസം സൂരജ് ലാമയുടെ മകന്റെ DNA ടെസ്റ്റിനുള്ള കാര്യങ്ങളൊക്കെ എടുത്തിരുന്നു. അതുപോലെ തന്നെ മറ്റ് ശാസ്ത്രീയ പരിശോധനയ്ക്ക് വേണ്ടിയിട്ടുള്ള വിവരങ്ങളൊക്കെ നോക്കുന്നുണ്ട്. എന്താണെങ്കിലും നിലവിൽ ഹൈദരാബാദിൽ നിന്നടക്കമുള്ള ശാസ്ത്രീയ പരിശോധനാ ഫലം വന്നതിന് ശേഷം മാത്രമാണ് ഇത് സൂരജ് ലാമയുടേതാണോ മൃതദേഹം എന്നതിൽ സ്ഥിരീകരണം വരികയുള്ളൂ. മാത്രമല്ല, നമുക്ക് അറിയാം, ശ്രദ്ധേയമായ കാര്യം, കഴിഞ്ഞ ദിവസം ഹൈക്കോടതി വലിയ രീതിയിൽ വിമർശനം ഉന്നയിച്ചിരുന്നു. കാരണം അവിടെ ജുഡീഷ്യൽ സിറ്റി വരുന്നൊരു പ്രദേശമാണ് കളമശ്ശേരി, ഈ HMT പരിസരം. അവിടെ ഇത്തരത്തിൽ ഒട്ടും നിരീക്ഷണമില്ലാത്ത രീതിയിൽ ഇതുപോലെ മൃതദേഹം ലഭിക്കുക എന്നുള്ളതൊക്കെ തന്നെ ഗൗരവതരമാണ്. സൂരജ് ലാമയുടേതാണെങ്കിലും അല്ലെങ്കിലും ആരുടേതാണ് മൃതദേഹം എന്നുള്ളത് പെട്ടെന്ന് കണ്ടെത്തി കോടതിയെ അറിയിക്കണമെന്നൊരു നിർദ്ദേശം കൂടിയുണ്ട്. മുഹ്സിന അസു ആണ് വിവരങ്ങൾ നൽകിയത്.